ഹായ് ഓൾ, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇതെൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെറ്റ് റെഡി വിത്ത് മീ ഇങ്ങനെയൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഗുഡ് വൈബ്സിൻ്റെ ബീട്രൂട്ട് ലിപ് ബാമാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂസിൻ പവറാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു കറണ്ട് ഫേവറേറ്റ് സെറമാണ്. ഞാനൊരു 1 മന്തിന് മേലെ ആയിട്ട് ഇതിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സെറമൊക്കെ ഞാൻ നിർത്തിയിട്ട് ഇപ്പോൾ ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഫേസ് ഒന്ന് പ്ലംപി ആയിട്ടൊക്കെ ഇരിക്കും. പിന്നെ ഞാൻ ഇത് നമ്മൾ എന്ത് യൂസ് ചെയ്താലും ഫേസിൽ കുറച്ച് ടൈം നമ്മളൊരു 2 മിനിറ്റ്സ് ഒക്കെ കൊടുക്കണം ഫേസിൽ അതൊന്ന് അബ്സോർവ് ആവാൻ വേണ്ടി. നോർമലി ഇതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ടാണ് സൺസ്ക്രീൻ ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, സൺസ്ക്രീനിലോട്ട് ഡയറക്റ്റ് പോവാണ്. കാരണം എന്തൊക്കെ മുഖത്ത് വെച്ചാലും പുറത്തിറങ്ങുമ്പോൾ ഇപ്പോഴത്തെ ചൂട് കാരണം വിയർത്തൊഴുകി പോകുമല്ല. അപ്പം ഞാനിപ്പോൾ ഒരു സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫോക്സ്ടെയിലിൻ്റെ ലാസ്റ്റ് ഞാൻ വാങ്ങിച്ച ഓയിൽ കൺട്രോൾ വാട്ടർ ജെൽ സൺസ്ക്രീൻ SPF 50 PA++++ ആണ്. അപ്പോൾ എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിന് പറ്റുന്നതാണ് ഞാൻ ഈ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. സോ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കുമല്ലോ എല്ലാവരും പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നത്. അപ്പോൾ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം അങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിനൊത്തതാണ് ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. ഞാനപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആവണമല്ലോ, അത് നമ്മൾ ഫേസിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ആ പ്രോഡക്റ്റ് ഒന്ന് നമ്മുടെ ഫേസിലോട്ട് അബ്സോർബ് ആവാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു ടിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് മാറിക്കോളും. കണ്ടോ, ഇട്ട സമയത്തുള്ള ടിൻ്റ് അങ്ങ് പോയല്ലോ, കുറച്ച് സമയം കഴിയുമ്പോൾ അത് അബ്സോർബ് ആവും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, മാഴ്സിൻ്റെ ഒരു ബ്രൗൺ ഐബ്രോ പെൻസിലാണ്. എനിക്ക് പുരികം തീരെയില്ല. അപ്പോൾ ഈ ത്രെഡ് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവർ തന്നെ പറയും ഇതൊന്ന് വരച്ചേക്കണം, ഇവിടെ ഒന്നും ഇല്ലയെന്ന് പറയും. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് വരച്ച് കൊടുത്താലേ, ഇല്ലെങ്കിൽ ഒന്നുമില്ല, പിരിക ഇല്ലാത്ത പോലെ ഇരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാണ്. കാരണം ഇല്ലെങ്കിൽ എന്നെ വിയർക്കും അപ്പം തന്നെ. എനിക്കിങ്ങനെ ഫേസിലിങ്ങനെ കുറച്ച് മാറ്റായിട്ട് തന്നെ ഇരിക്കണം, അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ വിയർക്കും, പെട്ടെന്ന് വിയർക്കുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പൗഡർ യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഞാൻ ഹിമാലയ ബേബി പൗഡറാണ്, മോൻ്റെ പൗഡർ കൊണ്ട് പോയതുകൊണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ആ പൗഡർ യൂസ് ചെയ്തു. പിന്നെ ഞാൻ എടുക്കുന്നത് ഡാസിലറിൻ്റെ ഐ പെൻസിലാണ്. ഇതൊരു വാട്ടർ പ്രൂഫ് പെന്നാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ, ലോങ് ലാസ്റ്റിംഗ് ആണ്. എത്ര വിയർത്താലും മുഖം കഴുകിയാലും ഒക്കെ ഇത് സ്റ്റേ ചെയ്യും. അപ്പോൾ ഇത് കുറച്ചായി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നു. പിന്നെ ഞാൻ വാട്ടർ ലൈനിൽ എഴുതാൻ വേണ്ടി മെയ്ബലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ കാജലാണ്. ഇതും കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കാജലൊക്കെ നമ്മളിങ്ങനെ തീരുമ്പോൾ എന്തായാലും പർച്ചേസ് ചെയ്യുമല്ലോ, അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഞാൻ കണ്ണിൽ മാഴ്സിൻ്റെ ഒരു മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കണ്ണിൽ കൺപീലി വെക്കാനും ലെൻസ് വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എനിക്ക് മസ്കാര ഇട്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. മസ്കാര ഇട്ട് കണ്ണിൻ്റെ പീലിയൊക്കെ വിടർത്തി, അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ കണ്ണ് വലുതായി എന്ന് വിചാരിക്കും. കാരണം എൻ്റെ കണ്ണ് തീരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ വലിച്ചു വാരി എഴുതുന്നത്. പിന്നെ ഞാനൊരു ചെറിയ കറുത്ത പൊട്ടും തൊട്ട് എൻ്റെ ലിപ്സ്റ്റിക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് കഴിയും. അപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു. പൊട്ട് തൊട്ടു. ഇനി ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ പോകുന്നത് പാരുൽ ഗാഗിൻ്റെ പ്രൈം റോസ് 05 എന്നുള്ള ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. അതേപോലെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കളക്ഷൻ എന്തെങ്കിലുമുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടാം. ഇതൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇടാം കേട്ടോ. സ്കിൻ ടൈപ്പിൻ്റെ വീഡിയോ ഇടാം, DIYs ഇടാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ മുടിയും കൂടെ കെട്ടി കഴിഞ്ഞ് സെറ്റായി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ, താങ്ക് യു.